ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാലം കഴിഞ്ഞു പോവുകയാണ്. നാം ഓരോ ദിവസം ചെല്ലുന്തോറും നാം നമ്മുടെ നിത്യതയോട് അടുത്തടുത്ത് വരികയാണ്. നമ്മുടെ മരണത്തോട് അടുത്തടുത്ത് വരികയാണ്. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനോടും അടുത്തടുത്ത് വരികയാണ്. കാലം കഴിഞ്ഞു പോകുന്നു. ഈ കഴിഞ്ഞ നിമിഷങ്ങളോ ദിവസങ്ങളോ ഒന്നും ഇനി കിട്ടുകയില്ല. അതങ്ങ് തീർന്നു. ഈ ഒരു കാലത്തും കിട്ടുകയില്ല. ഓരോ നിമിഷവും വിലയേറിയതാണ്. ഭാഗ്യവശാൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് ഒരു അവസരം തന്നിരിക്കുന്നു. നാളെ ഈ അവസരം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നാളെ എന്താണ് സംഭവിക്കാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി ഈ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും കടന്നു പോകുമോ അതും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നു. പക്ഷേ യേശു എന്നേക്ക് നിലനിൽക്കുന്നു. മാറ്റമില്ലാത്തതിനായി ക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. വലിയൊരു പരമാർത്ഥമാണ് പറയുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു നമ്മെല്ലാവരെയും കാണുന്നു. ക്രിസ്തു നമ്മെല്ലാവരെയും കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിനെ ലഭിക്കുന്നതാണ് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. യേശു ക്രിസ്തു ഹൃദയത്തിൽ വരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മറ്റെന്തെല്ലാം ഭാഗ്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം എത്രയോ നിസ്സാരം, എല്ലാം ക്ഷണികം. മറ്റ് എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം ശവക്കുഴിയിൽ തീർന്നു പോകും. എല്ലാം അവിടെ എല്ലാറ്റിനും അവസാനമായി. പക്ഷേ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന നിത്യമായ സൗഭാഗ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കിട്ടുക എന്നുള്ളതാണ്. ഇന്ന് യേശുവിനെ നമുക്ക് ലഭിക്കുവാനായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രസംഗിക്കുന്നത് ആരും നിങ്ങൾ നോക്കണ്ട. പ്രസംഗിക്കുന്ന വാക്കുകളോ അതിൻ്റെ ഏതെങ്കിലും പോയിൻറ്റുകളോ നിങ്ങൾ അറിയണമെന്നില്ല. ഒന്നേ ഒന്ന് മാത്രം. ഇന്ന് കർത്താവേ, ഇന്ന് നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. നീ എൻ്റെ ഉള്ളത്തിലേക്ക് വന്നു എന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നീ എന്നെ സന്ദർശിച്ചു എന്ന് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അടയാളം ഉണ്ടാകണം. എന്താണ് അടയാളം? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അടയാളം സമാധാനമാണ്. സമാധാനം, ശാന്തി, ഉള്ളത്തിൽ സ്വൈരം, മനസ്സിൽ സ്വസ്ഥത. അതാണ് യേശു വരുമ്പോഴുള്ള അനുഭവം. അതാണ് യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് വരണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ഇന്ന് നാഥ നീ എൻ്റെ ഹൃദയത്തിൽ വന്നു എന്നുള്ളതിന് എനിക്കൊരു അനുഭവം തരണം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടുന്ന വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കാം. തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദായിലെ ബേത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തൻ്റെ പ്രയാണത്തിൽ എഫ്രൈം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി. മീഖാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യഹൂദായിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു. തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകുകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചതിന്, ഞാൻ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു. തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോവുകയാകുന്നു. എവിടെ നിന്ന് വരുന്നതെന്നേ ചോദിച്ചുള്ളൂ. പക്ഷേ വരുന്നതിന് ഉദ്ദേശം കൂടി പറയുകയാണ്. നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു. തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോവുകയാകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 1100 വർഷം മുമ്പ് ഈ വാക്യം എഴുതുമ്പോൾ എഴുതുന്ന ആൾക്കും അറിഞ്ഞുകൂടാ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. എന്നാൽ ഇന്ന് നോക്ക് മനസ്സിലാകും. തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജന്മം അത് ബേത്ലഹേമിലാണ് എന്നുള്ളതായ ആ പരമാർത്ഥം, അത്യത്ഭുതകരമായ വസ്തുത നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞു വെച്ചു. തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചു. തിരുവചനമായിട്ട് നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ക്രിസ്തുമസിൻ്റെ നാളുകളാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുമസ് എന്താണ് ക്രിസ്തുമസ്? നാം ആഘോഷിക്കുന്നുണ്ട്, വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ട്. പലരും ക്രിസ്മസ് കേക്കുകൾ കൈമാറുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, ക്രിസ്മസ് വിഭവങ്ങൾ ഒരുക്കുന്നു, ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടുന്നു, ക്രിസ്മസിൻ്റെ മനോഹരമായ നക്ഷത്രങ്ങൾ പതിപ്പിക്കുന്നു, എല്ലാം തൂക്കിയിടുന്നു. അതുപോലെ ഇലുമിനേഷൻസ്, നല്ല ദീപക്കാഴ്ച ഉണ്ടാകുന്നു, ക്രിസ്മസ് കാർഡുകൾ അയക്കുന്നു. ഉണ്ടല്ലോ എന്തെല്ലാം പരിപാടികൾ ക്രിസ്മസിന്. എന്നാൽ എന്താണ് ക്രിസ്തുമസ്? ഇന്ന് നിർഭാഗ്യവശാൽ ക്രിസ്തുമസ് ചില ആചാരങ്ങളിൽ തങ്ങി നിൽക്കുകയാണ്, ചില അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ക്രിസ്തുമസ് എന്താണ്? ക്രിസ്തുമസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജന്മമാണ്. എവിടെ? ബേത്ലഹേം പുൽക്കൂട്ടിൽ ജനിച്ചു, ശരി. പക്ഷേ അതല്ല. എവിടെയാണ് ജനിച്ചത്? ഇന്ന് ഈ ക്രിസ്തുമസ് എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നു. യേശു ജനിക്കുന്നു. യേശു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നുള്ളതാണ് സൗഭാഗ്യം. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എനിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ പതിവ് പോലെ ഒരു പ്രസംഗം കേൾക്കും പോലെ ഇരിക്കാതെ നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കൂ. യേശു ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ഇപ്പോഴുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സ്വൈര്യമായി ഇരിക്കുന്നുണ്ടോ? അതോ നാളുകൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, പക്ഷേ കർത്താവ് ശ്വാസം മുട്ടി വിഷമിച്ചിരിക്കുകയായിരുന്നോ? നല്ല പുകയുള്ള
ഭയങ്കരമായി പുകയുള്ളൊരു മുറിയിൽ കയറിയാൽ എങ്ങനെയും പുറത്തെടുക്കാൻ തോന്നുമല്ലോ, ശ്വാസം മുട്ടുമല്ലോ എന്നതുപോലെ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലെ നീചമായ വിചാരങ്ങൾ, ദുഷ്ടമായ ചിന്തകൾ, അശുദ്ധമായ വികാരങ്ങൾ, കർത്താവെ പുറത്തു പറയാൻ അറയ്ക്കുന്നതായ മോഹങ്ങൾ, ഇതെല്ലാമായിട്ട് ദുർഗന്ധം പിടിച്ചിരിക്കുന്ന എൻ്റെ ഈ ഹൃദയത്തിൽ യേശുവിന് വസിക്കാൻ ഒക്കുമോ? ഇപ്പോൾ യേശു സന്തോഷത്തോടെ വസിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഈ ക്രിസ്തുമസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സജീവ അനുഭവമായി തീരണം. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചു എന്നുള്ള അനുഭവം, ക്രിസ്തു പിറന്നു എന്നുള്ള അനുഭവം. നാം ആഘോഷങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് കൊണ്ടാടുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ക്രിസ്തുമസിൻ്റെ വിഭവങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്, എല്ലാം നടക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. എല്ലാം ഇന്ന് വെറും ചടങ്ങുകളായി മാറിപ്പോയി. ഇമ്മാനുവേൽ ലാവുനസ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറുകഥ എഴുതി. ചെറുകഥ, ആ ചെറുകഥയുടെ പേരെന്താണെന്നറിയാമോ? ക്രിസ്തുമസ് പാർട്ടി എന്നാണ്. ക്രിസ്തുമസ് പാർട്ടി. ആ ചെറുകഥയിൽ പറയുന്നത് വലിയ വിരുന്നാണ്, വളരെ ഗംഭീരമായ വിരുന്ന്, ക്രിസ്മസ് പാർട്ടി. അനേകം പേര് ക്ഷണിച്ചിരുന്നു, വലിയ വിഭവങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. വളരെ നല്ല സമ്മേളനമായിരുന്നു, നല്ലൊരു സമൃദ്ധമായ ഒരു സൽക്കാരമായിരുന്നു. താളമേളങ്ങളോടുകൂടിയ, താളക്കൊഴുപ്പോടുകൂടിയ ഗാനങ്ങൾ, ഇമ്പകരമായ നല്ല സുന്ദരമായ ഗീതങ്ങൾ എല്ലാം ആലപിക്കുകയാണ്. നല്ല കരോൾ ഗാനങ്ങൾ പാടുന്നു, തമ്പൂര് കൂട്ടുന്നു. അതുപോലെ മനോഹരമായ ഈ വാദ്യ ഉപകരണങ്ങളോടുകൂടി, താളമേളങ്ങളോടുകൂടിയ വലിയൊരു വിരുന്ന് നടക്കുകയാണ്. ആളുകളിങ്ങനെ സന്തോഷിച്ചാർത്ത് ഇരിക്കുകയാണ്. അപ്പോൾ വാതിൽ എല്ലാം അടച്ചു, അതിനകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിന് ഉറപ്പാണ്. അപ്പോൾ വാതിൽക്ക് ആരോ തെരുതരം മുട്ടുന്നു. വീട്ടുകാരന് തോന്നി ഇതെന്തൊരു ശല്യം, ഇപ്പോൾ ഇത്രയും വലിയ സന്തോഷമുള്ള സമയത്ത് ആരോ വന്ന് വാതിൽക്ക് മുട്ടുന്നു, ഇത് ശല്യമാണല്ലോ. വീണ്ടും വീണ്ടും മുട്ടുന്നു. വീട്ടുകാരൻ എഴുന്നേറ്റു. വീട്ടുകാരൻ ചെന്നു നോക്കി. ആ കഥ അത്രയേ പറയുന്നുള്ളൂ, പിന്നെ പറയുന്നില്ല. പക്ഷേ ആ കഥയുടെ ഒരു വിനമ്പരമുണ്ട്. അത് ആ കഥയിൽ വാതിൽക്കൽ നിന്ന് മുട്ടിയ ആൾ ആര് എന്ന് മനുഷ്യരുടെ മുമ്പിലേക്ക് ഒരു ചോദ്യചിഹ്നം ഗ്രന്ഥകാരൻ തരികയാണ്, എഴുത്തുകാരൻ തരികയാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരു ചോദ്യം: ആരാണ് വാതിൽക്കൽ മുട്ടിയത്? പറയൂ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരാണെന്ന്? കർത്താവായ യേശുക്രിസ്തുവാണ് ഒന്ന് മുട്ടിയത്. യേശുക്രിസ്തുവാണ് മുട്ടിയത്. യേശു ഇല്ലായിരുന്നു ആ വിരുന്നിൽ. യേശുവിൻ്റെ പേരിലുള്ളതായ ക്രിസ്മസ് പാർട്ടി നടക്കുന്നു, പക്ഷേ യേശു ആ വിരുന്നിലുണ്ടായിരുന്നില്ല. യേശു അവിടെ ഉണ്ടായിരുന്നില്ല. യേശു ഇല്ലാത്തതായ ആ സദസ്സിലേക്ക് യേശു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ യേശുവിന് പ്രവേശനം കിട്ടുന്നില്ല. യേശു ദുഃഖിതനായി നിൽക്കുകയാണ്, മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നും പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യം തുറന്നു പറഞ്ഞുകൊള്ളട്ടെ, നാം ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും ശരി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വാതിക്കൽ കർത്താവായ യേശുക്രിസ്തു മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. നാം ആഘോഷങ്ങളുണ്ട്, നല്ല മനോഹരമായ കരോൾ ഗാനങ്ങളുണ്ട്, കരോൾ സർവീസുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് യേശുക്രിസ്തു ഹൃദയത്തിനകത്തില്ല, പുറത്താണ്. ഇത് നാം അംഗീകരിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാകും? എൻ്റെ അകത്ത് എന്തെല്ലാമാണ് എൻ്റെ ചിന്തകൾ? മൊത്തം നോക്കിയാൽ മതി. എൻ്റെ ചിന്തകൾ എന്തെല്ലാമാണ്? ഞാൻ ഭൂമിയിലുള്ളതാണോ ഉയരത്തിലുള്ളതാണോ ചിന്തിക്കുന്നത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഭൂമിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. നാം കരയുന്നത് എന്തിനു വേണ്ടിയാണ്? പലരും കരയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ കരയുന്നുണ്ട്. എന്താ കരയുന്നത്? ഈ ലോകത്തിലെ വിഷയങ്ങൾ. ഒന്നുകിൽ നമ്മുടെ കടത്തിൻ്റെ ഭാരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്നുള്ളതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വരുമാനം ഇല്ല എന്നുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യമില്ല, കുടുംബത്തിൽ ഒരു ഐക്യമില്ല എന്നുള്ള കാര്യങ്ങൾ, രോഗം ബാധിച്ചിരിക്കുന്നത് എന്ത് വേണ്ടെന്ന് അറിയാൻ പാടില്ല, വിഷമിക്കുന്നു, അതിനെ ചികിത്സിക്കാൻ പോകാനുള്ള പൈസയില്ല. ഇങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നാം കരയുന്നത്. എന്തിനു വേണ്ടി കരയുന്നു? വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മിൽ പലരും കരയുന്നുണ്ട്, തീർച്ചയായിട്ടും കരയുന്നുണ്ട്, സങ്കടപ്പെട്ട് കരയുന്നുണ്ട്, വിഷമിച്ച് കരയുന്നുണ്ട്. കുടുംബത്തിൽ സ്വൈര്യമില്ല, മക്കൾ വഴിയെത്തി പോകുന്നു, ഭർത്താവ് മദ്യപനായിത്തീരുന്നു, ഭാര്യ കലഹക്കാരിയായിത്തീരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ. ഈ ലോകത്തെ കാര്യങ്ങളൊത്ത് ധാരാളം കരയുന്നുണ്ട്. എല്ലാവരും എങ്ങനെയാണ്? ഒരു ജോലിയില്ല, വരുമാനമില്ല, മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ല, പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? നിങ്ങൾ ഇന്ന് കരയുന്നത് നിങ്ങൾ ഈ ഉയരത്തിലുള്ള കാര്യങ്ങളല്ല നിങ്ങളുടെ ചിന്താ വിഷയം. നിങ്ങളിന്ന് കരയുന്നത് ഭൂമിയുള്ള കാര്യങ്ങളാണ്. കരയേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു,
ഈ ലോകത്തിന് വേണ്ടിയുള്ളതായ കരച്ചിൽ മരണം ഉളവാക്കും. ലോകത്തിന് വേണ്ടിയുള്ളതായ കരച്ചിൽ മരണം ഉളവാക്കും. കൊരിന്ത്യ ലേഖനം എടുക്കുമ്പോൾ കാണാം. കൊരിന്ത്യ ലേഖനത്തിൽ ഒരു ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 2 കൊരിന്ത്യ ലേഖനത്തിൽ 7-ാം അധ്യായം, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതവണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരം ദുഃഖിക്കണം, ദൈവഹിതപ്രകാരമായി ദുഃഖിക്കണം, ദൈവഹിതപ്രകാരമായിരിക്കണം ദുഃഖം. പിന്നെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അനുതാപം ഇല്ലാത്തവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ദുഃഖിക്കുമ്പോൾ, രക്ഷയ്ക്ക് വേണ്ടി ആർത്തിയോട് ദുഃഖിക്കുമ്പോൾ, കരയുമ്പോൾ അവർക്ക് മാനസാന്തരം കിട്ടുന്നു. പിന്നെ അതുകൊണ്ട് രക്ഷ കിട്ടുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഇന്ന് പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങൾ ആകുലപ്പെട്ടും ചിന്താകുലപ്പെട്ടും വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി വിഷമിച്ചിരിക്കുന്നു? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ കുട്ടി മോളോ മോനോ ആകട്ടെ, പഠിക്കാൻ ശ്രമിച്ചു, അവന് എൻട്രൻസ് ടെസ്റ്റ് പാസ്സായില്ല, സങ്കടം, ദുഃഖം. അല്ലെ, തീർച്ചയായിട്ടും ഉണ്ട്, ദുഃഖമുണ്ട്, ആർക്കും ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് കർത്താവില്ല എന്നുള്ളത് നിങ്ങൾ അത്രയും ദുഃഖിക്കുന്നുണ്ടോ? അവന് പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല എന്നുള്ളത് അത്രയും ദുഃഖിക്കുന്നുണ്ടോ? ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ MBAക്ക് അഡ്മിഷൻ കിട്ടുന്നു, നല്ല മാർക്ക് കിട്ടുന്നു, സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല, പലയിടത്തും നോക്കി അഡ്മിഷൻ കിട്ടുന്നില്ല, അങ്ങനെ വിഷമിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടി പലയിടത്തും നോക്കിയെങ്കിൽ ജോലി കിട്ടിയില്ല, അങ്ങനെ വിഷമിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുഃഖമുണ്ട്. മോൾക്ക് ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സായില്ല, ദുഃഖമുണ്ട്. എന്തിന്? പരീക്ഷയിൽ ഒരു ഉദ്ദേശിക്കുന്നത്രയും മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് അവന് ദുഃഖമുണ്ട്. പരീക്ഷയിൽ മോന് അല്ലെങ്കിൽ മോൾക്ക് ഉദ്ദേശിക്കുന്നത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ ദുഃഖമുണ്ട്. ആ ദുഃഖവും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയുള്ള ദുഃഖം? അതാണ് ലോകത്തിന് വേണ്ടിയുള്ള ദുഃഖമാണ്, ലോകത്തിന് വേണ്ടി. പക്ഷേ കർത്താവ് പറയുന്നു, ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ഒന്ന് വായിച്ചു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഇന്ന് നമ്മിൽ പലരും വാസ്തവത്തിൽ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് അവരതിവിടുന്നത്. ഈ ലോകത്തെ ജീവിതം, ഈ ലോകത്തിലെ സുഖങ്ങൾ, ഈ ലോകത്തിലെ ആഘോഷങ്ങൾ, ഈ ലോകത്തിലെ ആരവാരങ്ങൾ, അതിനാണ് സന്തോഷിക്കുന്നത്. നേരെ മറിച്ച് ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം, എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകുമല്ലോ. എൻ്റെ യേശുവേ, ഞാൻ ഇന്ന് കടന്നുപോയാൽ നിത്യ നരക തീയിലേക്ക് പോകുമല്ലോ. കർത്താവേ, ഇന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വന്നാൽ എൻ്റെ കർത്താവേ, ഞാൻ തള്ളപ്പെട്ടു പോകുമല്ലോ, ഞാൻ കരച്ചിലും വെല്ലുവിളിയുമുള്ള നരകാഗ്നിയിലേക്ക് പോകുമല്ലോ. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകപ്രകാരം ദുഃഖിക്കും. ഫലമോ? ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. മരണത്തെ, ആത്മാവിൻ്റെ മരണത്തെ ഉളവാക്കുന്നത്. ഇത് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുക. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സന്തോഷം എന്താണ്? യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു എന്നുള്ള സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. അത് ഒന്നും ചിന്തിക്കുന്നില്ല. പാർട്ടികൾ ആഘോഷിക്കുന്നു, ഗംഭീരമായ പാർട്ടികളൊക്കെ ഉണ്ട്. വലിയ ക്രിസ്മസ് ഇലുമിനേഷൻസ്, അല്ല മനോഹരമായ ദീപക്കാഴ്ചകളെല്ലാം ഉണ്ട്. ക്രിസ്മസ് സ്റ്റാർ, പലതരത്തിലുള്ള സ്റ്റാറുകൾ ഇന്ന് വീടുകളിൽ തൂക്കിയിരിക്കുന്നത് കാണാം. അതും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും നല്ലത്. കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ സ്റ്റാറൊക്കെ വെച്ചാൽ ഒരു ഭംഗിയുണ്ട്, വളരെ സന്തോഷമാണ്. എന്നാൽ അതല്ലല്ലോ, അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. എന്താണ്? യേശുക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ജനിക്കണം. അത് വന്നാൽ നിത്യസന്തോഷമാണ്. ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ വരണം. എൻ്റെ ഭാരം കാണുന്ന, എൻ്റെ ആകുലം കാണുന്ന, എൻ്റെ വേദനകൾ കാണുന്ന, എൻ്റെ രോഗം കാണുന്ന, എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്തേന്ന് കാണുന്ന എൻ്റെ യേശു എൻ്റെ ഉള്ളത്തിൽ വരണം. എൻ്റെ യേശു, സ്തോത്രം. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നു. എൻ്റെ യേശു ഇപ്പോൾ എൻ്റെ ഉള്ളത്തിലുണ്ടോ? ഇത് നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട. ഈ ലോകത്തിന് വേണ്ടിയുള്ളതായ ചിന്തകൾ കൊണ്ട് ഈ യേശുവിനെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. യേശുവിനെ ഹൃദയത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിലെ കാര്യങ്ങൾ നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പഠിക്കണം, ജോലി ചെയ്യണം, പരീക്ഷ പാസ്സാകണം, ആയിക്കോളൂ, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ആത്യന്തികമായി നിലനിൽക്കുന്നത് യേശുക്രിസ്തു മാത്രം. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ രാജ്യവും മാത്രം. ഈ ഒരു മർമ്മപ്രധാനമായ കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെടേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ. ഇന്ന് നിങ്ങളിൽ അനേകം പേര്, കൂട്ടായ്മയിൽ വരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്, അനേകം പേര് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കൂട്ടായ്മയിലാണ് പലരും അടിസ്ഥാനം ഒന്നിരിക്കുന്നത്. കൂട്ടായ്മയാണ് അവരുടെ ലക്ഷ്യം.
ഇത് നിങ്ങൾ ചിലർ ഇപ്പം ഞാൻ ഒന്ന് കേൾക്കൂ, ഞാൻ തുറന്നങ്ങ് പറയാം. നിങ്ങൾ ചിലർ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് യോഹന്നാൻ സാർ അറിഞ്ഞാൽ സാറ് വഴക്ക് പറയും. അത്രയേ ഉള്ളൂ. എന്നാൽ യേശു കാണുന്നില്ലേ? യോഹന്നാൻ സാർ അറിഞ്ഞില്ലെങ്കിൽ യേശു കാണുന്നില്ലേ? അതാരും ഓർക്കുന്നില്ല. ഈ ഞാൻ അറിഞ്ഞില്ലെങ്കിലും എല്ലാവരും ഞാൻ അറിയണമെന്നില്ലല്ലോ, പക്ഷേ യേശു കാണുന്നുണ്ടല്ലോ, അതാരും ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും തെറ്റ്, ഇപ്പോൾ കൂട്ടായ്മയിലുള്ള ദൈവമക്കൾ ആരെങ്കിലും ഒരു തെറ്റുപറ്റി ഏതെങ്കിലും ഒരു വേണ്ടാത്തൊരു കാര്യത്തിൽ ഇടപെട്ടു, അത് ഞാൻ അറിയുന്നതിലാണ് ആളുകൾക്ക് സങ്കടം. അയ്യോ സാറ് പറഞ്ഞതാകും, ഇതേ ചിന്തയുള്ളൂ. സുശേഷ പ്രവർത്തകർക്ക് പോലും ഇതാണ് ചിന്ത. യേശു അറിയുന്നതിനൊക്കെ ചിന്തയില്ല. യേശു അറിയുന്നു, എല്ലാം കാണുന്നൊരു ദൈവം. ഈ ഒരു ദൈവഭയമാണ് ഇന്ന് കൂട്ടായ്മയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ വളരെ എളിമയോട് പറയട്ടെ, എനിക്ക് അഭിമാനിക്കാനൊന്നും തോന്നുന്നില്ല, ഒട്ടും അഭിമാനിക്കാൻ തോന്നുന്നില്ല, ഒട്ടും സന്തോഷിക്കുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ നോക്കരുത്, എന്നെ കാണരുത്, നിങ്ങൾ കാണണം. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ആ യേശു ഇപ്പോൾ കരയുകയാണോ? നിങ്ങൾ ചിന്തിക്കണം. യേശു കരയുകയാണോ? യോ കർത്താവേ, എനിക്ക് മനസ്സിലായി യേശു കരയുകയാണ്. എൻ്റെ സ്വഭാവം കൊണ്ട് യേശു കരയുകയാണ്. എൻ്റെ വ്യാജഭാവം കൊണ്ട് യേശു കരയുകയാണ്. എൻ്റെ ധിക്കാര മനോഭാവം കൊണ്ട് യേശു കരയുകയാണ്. എൻ്റെ അഹങ്കാരം കൊണ്ട് യേശു കരയുകയാണ്. എൻ്റെ കോപസ്വഭാവം കൊണ്ട് യേശു കരയുകയാണ്. യേശു ദുഃഖിക്കുന്നു. യേശു ദുഃഖിക്കരുത്. യേശു ക്രിസ്തു അന്ന് ബേത്ലഹേം പുൽക്കൂടിൽ പിറന്നു വീണ ക്രിസ്തു അന്ന് കൈകാലിട്ടടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വരുന്ന ആട്ടിടയന്മാരെ നോക്കിക്കൊണ്ട് യേശു പുഞ്ചിരിച്ച് കിടന്നതുപോലെ യേശു എന്നിൽ സന്തോഷിക്കണം. കർത്താവിന് സ്തോത്രം. ഈ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഈ ശരിയായ രീതിയിലേക്ക് കാഴ്ചപ്പാടിലേക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ നിങ്ങൾക്ക് ഭാഗ്യവശാൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ തിരുത്താൻ ഞാൻ പറഞ്ഞു തന്നു വരും. ദൈവം കൃപ തന്നാൽ, എനിക്ക് തന്നാലേ പറയാൻ പറ്റൂ. ഉടയവരം തന്നാൽ നിങ്ങൾക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു വരും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും തെറ്റ് നിങ്ങളുടെ പക്ഷത്തിലുണ്ടല്ലോ, അത് ദൈവം കാണുന്നല്ലോ, അതിന് ശിക്ഷയുണ്ട്. അതാണ് ഗൗരവമേറിയ കാര്യം. അതിന് ശിക്ഷയുണ്ട്. അത് ഗൗരവമേറിയ കാര്യമാണ്. ഇന്നെന്ന പോലെ ഒരു ദിവസം നമ്മൾ കടന്നു പോകും. അതായത് ക്രിസ്മസ് കഴിയും, ഈസ്റ്റർ കഴിയും, ഇങ്ങനെ ഓരോ കാര്യം കഴിഞ്ഞ് പോകും. ഒരു ദിവസം ഞാനും പോകും, നിങ്ങളും പോകും. അത് സംശയമില്ലല്ലോ. ഉണ്ട്, നാം എല്ലാവരും കടന്നു പോകും. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ച കാലത്ത് ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കുന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു കാണുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരട്ടെ, ഗൗരവമായിട്ട് പറഞ്ഞു വരട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകുമോ? യേശുക്രിസ്തുവിൽ നിങ്ങൾ അടിസ്ഥാനപ്പെട്ടാൽ, യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ, നിങ്ങൾക്ക് യേശുവിനോട്, നിങ്ങൾ സ്വന്തമായി യേശു വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് യേശുവിനോട് പറയാം, കർത്താവേ, എനിക്ക് എൻ്റെ ശരീരത്തിൽ രോഗമുണ്ടല്ലോ, ആ കാര്യത്തിന് ഒരു പരിഹാരം തരാമോ? ചോദിക്കാം. കർത്താവേ, എനിക്ക് കുറച്ച് കടമുണ്ടല്ലോ, കർത്താവേ, അതിൻ്റെ പരിഹാരം തരാമോ? ചോദിക്കാം. ഇപ്പോൾ യേശു അകത്ത് വന്നതിന് ശേഷം യേശുവിൽ വേരൂന്നണം, യേശുവിൽ അടിസ്ഥാനപ്പെടണം. കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2nd പാരഗ്രാഫ് വായിക്കൂ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ എൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും, ക്രിസ്തു യേശുവിൽ വേരൂന്നിയും, ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുവിരിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്താണ് പറയുന്നത്? നിങ്ങൾ ക്രിസ്തു യേശുവിൽ വേരൂന്നണം. അടിസ്ഥാനം ക്രിസ്തുവാണ്. ഒരു കൂട്ടായ്മയല്ല അടിസ്ഥാനം. ഒരിക്കലും തെറ്റിപ്പോകരുത്. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ചിന്ത പോലും വരരുത്. കൂട്ടായ്മയല്ല. കൂട്ടായ്മ ക്രിസ്തുവിനെ സ്തുതിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹം വർണ്ണിക്കാനുമുള്ള ഒരു ഉപാധി ഒരു മുഖാന്തരം എന്നേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ളതായ ഒരു മുഖാന്തരം മാത്രമേ ഉള്ളൂ കൂട്ടായ്മ. കൂട്ടായ്മകൾ മാറിപ്പോകും. കൂട്ടായ്മയിൽ ഇന്ന് വചനം പറയുന്നവരും മാറിപ്പോകും. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, സംശയമില്ല. പക്ഷേ മാറാത്തൊരു യേശുണ്ട്. എൻ്റെ സഹോദരങ്ങളെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞുകൊണ്ട് പറയട്ടെ, മോശയുണ്ടായിരുന്നു, മോശയിൽ കൂടി ദൈവം സംസാരിച്ചു, ശരിയാണ്. പക്ഷേ മോശ മാറിപ്പോയി. 120 വയസ്സായപ്പോൾ മോശ കടന്നുപോയി. പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം മാറിപ്പോയില്ല. സ്തോത്രം. മോശയെ ദൈവം ഉപയോഗിച്ചു, ശരിയാണ്. പക്ഷേ മോശ മാറിപ്പോയി. മോശ മൺമറഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. ഏലിയ പ്രവാചകൻ ഉണ്ടായിരുന്നു, ശമൂവേൽ പ്രവാചകൻ ഉണ്ടായിരുന്നു, എലീശ പ്രവാചകൻ ഉണ്ടായിരുന്നു, യോശുവ ഉണ്ടായിരുന്നു. ഇവരെല്ലാം അതാത് കാലത്ത് ദൈവത്തിൻ്റെ വചനം കേട്ട് ജനത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ തന്നെയായിരുന്നു. പക്ഷേ അവർ കടന്നുപോയി. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം മാറിപ്പോയില്ല. സ്തോത്രം. മറക്കരുത്, സ്വർഗ്ഗത്തിലെ ദൈവം മാറിപ്പോയില്ല. സെൻറ്റ് പീറ്റർ പത്രോസിയെ കടന്നുപോയി, സെൻറ്റ് പൗലോസിയെ കടന്നുപോയി. അവർ ജീവിച്ച കാലത്ത് കർത്താവ് അവർ ഫലമേൽപ്പിച്ച വേല അവർ നിർവഹിച്ചു, അവർ വിശ്വസ്തയോടെ നിർവഹിച്ചു. പക്ഷേ അവരും ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയി.
എന്നാൽ യേശു മാറിപ്പോയില്ല. സ്തോത്രം. മാറ്റമില്ലാത്തനായ യേശു കാലങ്ങൾ കഴിഞ്ഞാലും സ്തോത്രം മാറാത്തവനായ ഒരു യേശു ഉണ്ട്. യേശു ക്രിസ്തു അവനാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്. 2000-ലേറെ വർഷം മുൻപ് ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറക്കുന്നതിന് കർത്താവായ യേശുവിന് അന്ന് ആ അനുഗ്രഹകരമായ ഭാഗ്യം അന്നത്തെ ആ വഴിയമ്പലക്കാരന് കിട്ടി. ആ വഴിയമ്പല സൂക്ഷിപ്പുകാരന് ആ ഭാഗ്യം കിട്ടി. വളരെ വിഷമിച്ചാണ് കന്യമാതാവും യോസേപ്പ് പിതാവും യാത്ര ചെയ്തത്. വളരെ വിഷമിച്ച്, വളരെ ഭാരപ്പെട്ടായിരുന്നു. പൂർണ്ണ ഗർഭിണിയായി മാതാവ്. അന്നത്തെ ഭരണകർത്താവ്, റോമൻ ഭരണകർത്താവ് ഔഗുസ്തോസ് കൈസർ എന്ന് പറയുന്ന അഗസ്റ്റസ് സീസറായിരുന്നു. ദ ഗോൾഡൻ ഏജ് ഓഫ് റോം എന്ന് പറയുന്ന ഏറ്റവും നല്ല സുവർണ്ണ കാലഘട്ടമായിരുന്നു ഔഗുസ്തോസ് കൈസറിൻ്റെ കാലം. ഏറ്റവും നല്ല ഭരണകാലമായിരുന്നു. അന്ന് ഭരണകർത്താവായ റോമൻ ഭരണാധികാരിയായ അഗസ്റ്റസ് സീസർ അദ്ദേഹം ഒരു പേർവഴിച്ചാർത്തൽ സെൻസസ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഈ സെൻസസ് എടുക്കാൻ അതായത് ജന്മസ്ഥലത്ത് വന്ന് അവരൊരു പേര് കൊടുക്കണം. റോമൻ ഗവൺമെൻറ് നിയമമാണ്. അങ്ങനെയാണ് സ്വന്തം പാർപ്പിടം വിട്ട് നസ്രത്ത് വിട്ട് ഈ ബേത്ലഹേം വരെയും മാതാവും യോസേപ്പ് പിതാവും നടന്നത്. പൂർണ്ണ ഗർഭിണിയായിരുന്നു. നടക്കാൻ വയ്യ, കതയ്ക്കുന്നു. ഏതാനും ചൂട് നടന്ന് കഴിയുമ്പോൾ നിൽക്കുന്നു. വീണ്ടും എത്തി വരാനായിട്ട് യോസേപ്പ് പിതാവ് കാത്തു നിൽക്കുന്നു. പിന്നെയും നടക്കുന്നു. എവിടെയെങ്കിലും ഒരു 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 വിശ്രമസ്ഥലം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പ്രസവവേദന ആരംഭിച്ചു കഴിഞ്ഞു. എന്തു വേണ്ടു? അടുത്ത് ഒരു ശബ്ദം കേൾക്കുന്നൊരു വീട്, നല്ല കൊട്ടും പാട്ടും എല്ലാം ഉണ്ട്, നല്ല മനോഹരമായൊരു വീട്. യോസേപ്പ് പിതാവ് ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ മാതാവ് അവിടെ വെളിയിൽ തന്നെ, റോഡിൽ തന്നെ അവിടുത്തെ ഇങ്ങനെ സങ്കല്പിക്കട്ടെ ഭാവനയാണ്. അവിടെ ഒരു ഗേറ്റിൻ്റെ ഒരു തഴുതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കുഞ്ഞി നിൽക്കുകയാണ്, വിഷമിച്ച് നിൽക്കുകയാണ്, വയറ് താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. യേശു പിതാവ് ചെന്ന് വാതിൽക്കൽ മുട്ടി. ആരാണ് ഇപ്പോൾ ഈ വാതിൽക്കൽ മുട്ടുന്നുള്ളത്? ഇപ്പോൾ ഒരു ഈർഷ്യയോടെ ഉടമസ്ഥൻ വന്ന് വാതിൽ തുറന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, ഞങ്ങൾക്ക് ഒരല്പ സ്ഥലം കിട്ടിയാൽ കൊള്ളാം, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണ്, എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, ഇതാണ് അവിടെ റോഡിൽ നിൽക്കുന്നത് കണ്ടില്ലേ, ഒരല്പ സ്ഥലം കിട്ടും. ഇവിടെ സ്ഥലമില്ല, ഞങ്ങളുടെ ഈ പാട്ടും ആഘോഷമൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ ഒരു ഗർഭിണിക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, നിങ്ങൾക്ക് പോകാം. അയ്യോ, അങ്ങനെ പറയല്ലേ, ഇല്ല ഇവിടെ സ്ഥലമില്ല, നിങ്ങൾക്ക് പോകാം. അയാൾ വാതിലടച്ചു. യോസേപ്പ് പിതാവ് സങ്കടത്തോടെ പുറത്തോട്ട് വന്നു. ബേത്ലഹേമിലെ അനേകം വീടുകളുടെ വാതിലുകൾ മുട്ടി, ഒരു വാതിലും തുറന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഗാലക്സികളുടെ ഉടയവൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നക്ഷത്രരാശികളുടെ ഉടയവൻ, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, അവിടുന്ന് തലയയ്ക്കാൻ ഇടം തേടി ഇങ്ങനെ പോവുകയാണ്. അവസാനം വഴിയമ്പലത്തിലെത്തി. വഴിയമ്പലക്കാരൻ പറഞ്ഞു, അയ്യോ തീർന്നു പോയല്ലോ, റൂംസ് ഒരു റൂമില്ല, ഒരു മുറിയില്ല, എല്ലാ മുറിയും ഓക്യുപ്പൈഡാണ്, എല്ലാ മുറിയിലും ആളായി, ഞങ്ങൾ എന്ത് ചെയ്യും? യോസേപ്പ് പിതാവ് കരഞ്ഞു. മാതാവ് വളരെ വളരെ ക്ഷീണിതമായി അങ്ങ് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തതുപോലെ വിഷമിച്ച് വേദനിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കനിവ് തോന്നി. നിങ്ങൾക്ക് മേൽപ്പുരിയൊന്നുമില്ല, നല്ല മഞ്ഞുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒളിവിടം വേണമെങ്കിൽ ഇവിടെ എൻ്റെ ആ തൊഴുത്തിൻ്റെ പിറകിൽ കല്ല് വെട്ടിയൊരു കുഴിയുണ്ട്, അവിടെ വേണമെങ്കിൽ കല്ലും മണ്ണും ചെളിയൊക്കെ ഉള്ളതാണ്, മേൽപ്പുരയില്ല, തണുപ്പാണ്, അതേ ഉള്ളൂ, വേറെ ഒരിടം തരാനില്ല, മതി, സന്തോഷം. ചെന്നു കന്യമറിയാം ആ കല്ലടാവിലേക്ക് കിടന്നു. അവിടെ യോസേപ്പ് പിതാവ് പുറത്ത് വരാന്തയിൽ കുന്നക്കാലിലിരുന്നു, കുഞ്ഞിക്കൂടിയിരുന്നു, ഏങ്ങലടിച്ചുകൊണ്ടും വേദനയോടെ നിലവിളിച്ചുകൊണ്ടും. അകത്തു നിന്ന് ഞരക്കവും വേദനയും കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി യേശു പിറന്നു. ആ ശിശുവിനെ കീറ്റിശില്ലിൽ പൊതിഞ്ഞ് മാതാവ് വെളിയിലേക്ക് കൊണ്ടുവന്നു. എവിടെയാണ് കിടത്തേണ്ടത്? ഈ പശുക്കൾ തിന്നുന്ന പുല്ലിടുന്ന ആ പുൽത്തൊട്ടിയിൽ കിടത്താം. അവിടെ കിടത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഈ രംഗം ഭാവനയിൽ കാണാറുണ്ട്. ആ മൂകജീവികൾ, ആ മൃഗങ്ങൾ, രാജാധിരാജൻ വന്നപ്പോൾ അവ തല വലിച്ചു മാറ്റി, തീറ്റ നിർത്തി, അവരും അനങ്ങാതെ നിൽക്കുകയാണ്. ആ മൃഗങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ലെന്ന്. എങ്ങനെ മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ അന്ന് ആ പുൽക്കൂട്ടിൽ യേശു പിറന്നു കിടന്നു.
നൂറ്റാണ്ടുകളായി. ഇന്നിതാ യേശു ഒന്ന് ജനിക്കാനിടം തേടി നടക്കുകയാണ്. ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. ഈ ഭാരതഭൂമിയിൽ തന്നെ ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. എന്നാൽ ലോകത്തെ മറ്റു സ്ഥലങ്ങളിലോ ഇതുമാത്രം ക്രിസ്ത്യാനികൾ. പക്ഷേ ഒരൊറ്റ മനുഷ്യൻ്റെ ഹൃദയത്തിൽ യേശുവിന് പിറക്കാനിടമില്ല. നിങ്ങൾ ദയവായി നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമോ? ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമോ? എൻ്റെ കർത്താവേ, എൻ്റെ അനുഭവം ഇതാണോ? യേശുവിനോട് വസിക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനിക്കാനുണ്ടോ? യേശുവേ കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നവിടെ വസിക്കാൻ നിങ്ങൾ ഇടം കൊടുക്കുന്നുണ്ടോ? യേശു നിങ്ങളൊന്ന് വിളിക്കുന്നുണ്ടോ? വിളി കേൾക്കാൻ യേശു ഇവിടെയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ യേശു ഇവിടെയുണ്ട്. നിങ്ങൾ വിളിച്ചാൽ വിളി കേട്ടുകൊണ്ട് അടുക്കിലേക്ക് വരാൻ യേശു ഇവിടെയുണ്ട്. യേശു ഹൃദയവാതിൽക്കൽ മുട്ടുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറയൂ, കർത്താവേ, ഇതുവരെ വന്നതെല്ലാം വന്നുപോയല്ലോ കർത്താവേ, തിരുത്താൻ വകയില്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വക നിങ്ങൾക്ക് ഉള്ളത്തിൽ പറയാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഹൃദയം ഉണരട്ടെ, ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആശങ്കകൾ മാറ്റട്ടെ, ഭാരങ്ങൾ മാറ്റട്ടെ, ആകുലങ്ങൾ മാറ്റട്ടെ, ദുഃഖവിഷയങ്ങൾ മാറ്റട്ടെ, നിങ്ങൾക്ക് കടഭാരങ്ങൾക്ക് ഒരു പ്രതിവിധി തരട്ടെ, നിങ്ങളുടെ രോഗം മാറട്ടെ, എല്ലാറ്റിലും കർത്താവ് ഒരു അത്ഭുതകരമായ പ്രതിവിധി തരട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ, ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വപൂർണ്ണമായ ആദ്യ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഓരോരുത്തരെയും സമർപ്പണം കണ്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നാഥാ, ഇന്ന് വ്യക്തമായ സമർപ്പണം എടുത്തവിടെ തലമേത്തർക്കരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. അത് രണ്ടാമത്തവന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്തിന് മുദ്ര ഞങ്ങൾക്ക് തരണമേ. തിരക്തത്താൽ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കുവാൻ നിങ്ങൾ ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.